ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആസ്പിരന്റ് ആണോ നിങ്ങൾ? +2 ശേഷം ഇന്ത്യയിലെ ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് കോളേജുകളായ എയിംസ്, ജിപ്മർ, IIT, NIT എന്നിവയിൽ പഠിച്ച് മികച്ച ഒരു കരിയർ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്കായുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് പ്രോഗ്രാമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കുന്ന IIT എയിംസ് 2-year ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായുള്ള സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒക്ടോബർ 5-ന് ബ്രില്യൻ സ്റ്റഡി സെന്റർ കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. സ്ക്രീനിംഗ് ടെസ്റ്റിനായി രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ടെസ്റ്റിന് മുന്നോടിയായി സ്ക്രീനിംഗ് ടെസ്റ്റുമായി കൂടുതൽ ഫെമിലിയർ ആകുവാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകളും ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചകളിലായിരിക്കും മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യപ്പെടുക. അടുത്ത മോക്ക് ടെസ്റ്റ് ജൂലൈ 27-നായിരിക്കും. കൂടാതെ ഓഗസ്റ്റ് മാസത്തിലെ ഓഗസ്റ്റ് 10, ഓഗസ്റ്റ് 17, ഓഗസ്റ്റ് 24, ഓഗസ്റ്റ് 31 എന്നീ ഞായറാഴ്ചകളിലും സെപ്റ്റംബർ മാസത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഈ മെൻഷൻ ചെയ്ത എല്ലാ ഡേറ്റുകളിലും ഉച്ച കഴിഞ്ഞ് കൃത്യം 2 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2 മണിക്കൂറാണ് മോക്ക് ടെസ്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഈ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ ബ്രില്യന്റിന്റെ വെബ്സൈറ്റ് വഴി അനായാസം അറ്റൻഡ് ചെയ്യാവുന്നതുമാണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓൺ ആക്കുക. അതിനകത്ത് brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. brilliantpala.org എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണാം, നമുക്ക് ബ്രില്യൻ പാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണുന്നുണ്ട്. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ brilliantpala.org വെബ്സൈറ്റ് വരുന്നത്. വെബ്സൈറ്റിൽ ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതായത് നമ്മുടെ റാങ്കിനെ കുറിച്ചും നമ്മുടെ കോഴ്സുകളെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയൊരു വെബ്സൈറ്റ് ആണ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഈ മെയിനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അബൌട്ട് സെൻറ്റേഴ്സ്, ബ്ലോഗ്, ന്യൂസ്, കോഴ്സസ്, സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. സോ ഈ സ്റ്റുഡൻറ്റ് പോർട്ടലാണ് നമ്മൾക്കിപ്പോൾ എടുക്കാനുള്ളത്. ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഈ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ തന്നെ അതായിരിക്കും നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID, പാസ്വേഡ് എന്താണെന്നുള്ളതാണ്. സോ അത് അതേപടി തന്നെ യഥാക്രമം സ്റ്റുഡൻറ്റ് IDയും പാസ്വേഡും കൊടുത്ത് നെക്സ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഓക്കെ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ നിങ്ങൾ കൊടുത്ത സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ കഴിഞ്ഞ് വരുന്ന ഒരു വിൻഡോ ആണ് ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പേര് ഉണ്ടാവും, വെൽക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പേരും കാര്യങ്ങളും. അപ്പം ഇതായിരിക്കും നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വ്യൂ വരുന്നത്. സോ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുന്നു. യെസ്. സോ ക്ലാസ്സസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം വരുന്ന ഒരു വിൻഡോ ആണ് ഇങ്ങനെ. അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീനിങ് ടെസ്റ്റ് IIT എയിംസ് 2028 എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വിൻഡോ വരുന്നത് ഇവിടെ മോക്ക് ടെസ്റ്റിൻ്റെയും അങ്ങനെ ഇപ്പം അപ്കമിങ് നിങ്ങൾക്ക് എന്തെങ്കിലും വരാണ്ട് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. സോ മോക്ക് ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. മോക്ക് ടെസ്റ്റ് സെലക്ട് ചെയ്തതിനു ശേഷം അടുത്തത് IIT എയിംസ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ കാണുന്നതാണ് ഈ ഒരു വിൻഡോ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്യൂറേഷൻ, എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്താണ്, ക്വസ്റ്റ്യൻ എത്ര ഉണ്ട്, പിന്നെ കറക്റ്റ് ആൻസർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റാർട്ട് എക്സാം. സോ യെസ്, സ്റ്റാർട്ട് എക്സാം കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ പേജ് ആണ് വരുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം I am ready to begin എന്ന് പറയുന്നൊരു ഓപ്ഷൻ താഴെ ഉണ്ടാവും, അത് കൊടുക്കുക. സോ യെസ്, നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ടൈമർ ഉണ്ട്. ടൈമർ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു യെസ് I am ready to begin എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നത് അപ്പോൾ തൊട്ടായിരിക്കും ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ടൈമർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ വേണേലും സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്സ് സെക്ഷൻ 1 ഉണ്ട്, സെക്ഷൻ 2 കെമിസ്ട്രി, അങ്ങനെ എല്ലാ ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ഏതാണെന്ന് വെച്ചാൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്ത് സേവ് നെക്സ്റ്റ് കൊടുത്ത് അങ്ങനെ 75 ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം എൻഡ് എക്സാം, ഡു യു വാണ്ട് ടു എൻഡ് എക്സാം എന്നുള്ളത് ഒന്നുകൂടെ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, യെസ്. അപ്പം എക്സാം എൻഡ് ചെയ്യാനാണെങ്കിൽ എൻഡ് എക്സാം എന്ന് കൊടുത്താൽ നിങ്ങളുടെ എക്സാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഓരോ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നത്. എക്സാം കഴിഞ്ഞ് തൊട്ട് അടുത്ത ദിവസം തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
ഈ ലേണിംഗ് ആപ്പ് വഴി ഈ ക്വസ്റ്റ്യൻസ് പലതവണ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാനും ഇതിലൂടെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. സോ സ്ക്രീനിംഗ് ടെസ്റ്റിന് മുന്നോടിയായി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പരിശീലിക്കാം. ബുള്ളറ്റിന്റെ 2-year IIT എയിംസ് പ്രോഗ്രാമിന്റെ ഭാഗമായി നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അതുപോലെ ടെസ്റ്റിന്റെ സിലബസ് എന്നിവയെല്ലാം വിശദമാക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.